ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് ഫേസൊക്കെ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ മേക്കപ്പിന് വേണ്ടി കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോൺസിൻ്റെ മോയ്സ്ചറൈസർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഫേസ് വാഷ് ഹിമാലയയുടേതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ഇന്നും യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് മേക്കപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് പ്രൈമർ എടുക്കാം. പ്രൈമർ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് പ്രൈമർ എടുത്തിട്ടുള്ളത്. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എനിക്കതാണ് ഈസി ആയിട്ട് തോന്നുന്നത്. ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഇപ്പം ബ്രഷും ബ്ലെൻഡറും ഒന്നും അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. നമുക്കിപ്പം ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി പ്രൊഫഷണൽ ആവാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് കൺസീലറാണ്. കൺസീലർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പിഗ്മെൻറ്റേഷനും ടാനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസീലർ ഉപയോഗിക്കുന്നത്. അപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനങ്ങനെ ഫേഷ്യലൊന്നും അങ്ങനെ ചെയ്യാത്ത ആളാണ്. അതിന് വേണ്ടി മെനക്കെടാറില്ല, അതാണ് സത്യം. പിന്നെ വീട്ടിൽ ഹോം റെമഡീസൊക്കെ ചെയ്യാറുണ്ട്, നമ്മുടെ സാധാരണ ഹോം റെമഡീസ്. അതൊക്കെയാണ് ഞാൻ എൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ നന്നായിട്ട് ടാനും പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ടുണ്ട്. കൺസീലർ അപ്ലൈ ചെയ്യണമെങ്കിൽ മുഖം മൊത്തം ചെയ്യേണ്ടി വരും. എന്നാലും ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ ഉള്ള സ്ഥലത്ത് മാത്രമാണ് ഇപ്പം അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനിതൊരു ബ്ലെൻഡർ ഉപയോഗിച്ച് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എൻ്റെ കണ്ണിൻ്റെ താഴെ നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ, നല്ല ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ കണ്ണിൻ്റെ താഴെ കുറച്ച് ഓയിലി ആയിട്ട് തോന്നാറുണ്ട്. എൻ്റെ സ്കിൻ ഓയിലി അല്ല, ഒരു മീഡിയം സ്കിന്നാണ്. പക്ഷെ കണ്ണിൻ്റെ താഴെ ഇങ്ങനെ എപ്പോഴും ഒരു ഓയിലി ആയിട്ട് ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാൻ കൂടുതൽ കൺസീലർ യൂസ് ചെയ്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു മേക്കപ്പ് വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഫഷണലിസം ഒന്നും കാണത്തില്ല കേട്ടോ. ഒരു സാധാരണ കുട്ടി, തുടക്കക്കാരിയായൊരു കുട്ടി ചെയ്യുന്ന ആ ഒരു ഇതിൽ മാത്രമേ നിങ്ങളിതിനെ കാണുകയുള്ളൂ. അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത നമുക്ക് ഫൗണ്ടേഷൻ എടുക്കാം. ഇതാണ് എൻ്റെ ഫൗണ്ടേഷൻ. ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ളത്. ഇതും നമുക്കിനി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസിലെല്ലാ മുക്കിലും മൂലയിലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഞാൻ ചെവിയിൽ ഇത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് പിന്നെ ചെവി മാത്രം അങ്ങനെ വേറൊരു കളറിൽ, നമ്മുടെ ഫേസ് വേറൊരു കളറിൽ അങ്ങനെ ഇരിക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ചെവിയിലും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ നമ്മൾ നെറ്റിയിൽ ഇങ്ങനെ തേക്കുമ്പോഴത്തേക്കും ഫുൾ ഹെയറിൻ്റെ അവിടെ അത്ര താഴേന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവിടുത്തെ ആ കളർ ചേഞ്ച് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കഴുത്തിൽ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഫേസും കഴുത്തും എല്ലാം നന്നായിട്ട് കവർ ചെയ്ത് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഫൗണ്ടേഷൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമാണ്. നമുക്ക് ഇത് ഇടുമ്പോഴത്തേക്കും കൂടുതലായിട്ട് അങ്ങനെ ഓവറായിട്ട് തോന്നാതെ ഒരു സാധാരണ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല കംഫർട്ടായിട്ട് തോന്നി. നല്ല ഫൗണ്ടേഷനാണിത്. ഇനി നമുക്ക് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കാം. കോമ്പാക്ട് പൗഡർ ഇത് എനിക്ക് ഉപയോഗിക്കുന്നത് ഇഷ്ടമാണ്. സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പം ഇത് ഫുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് എല്ലാ കണ്ടൻറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ പ്രോഡക്ട്സും ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുകയാണ്. പക്ഷേ അല്ലാതെ ഇപ്പം നമ്മൾ എപ്പോഴും ഡെയിലി പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ മേക്കപ്പ്
ഇടുമ്പം ഇപ്പം എല്ലാ പ്രോഡക്റ്റ്സും ഉപയോഗിക്കണമെന്നും അത്യാവശ്യം നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കൺസീലറൊക്കെ അപ്ലൈ ചെയ്ത് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് അങ്ങനെ പോയാലും മതി. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എല്ലാ പ്രോഡക്റ്റ്സും അപ്ലൈ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുമ്പോഴാണ് കുറച്ച് എല്ലാ സ്ഥലത്തും ഒരിടത്ത് ഇടുമ്പോഴത്തേക്കും മറ്റിടത്ത് കൂടുതലായി പോകും, ഇവിടെ ഇടുമ്പോഴത്തേക്കും അവിടെ കൂടുതലായി പോകും. പിന്നെ അതിന് നമ്മൾ തേച്ച് മിനുക്കി ലെവൽ ചെയ്ത് വരുമ്പോഴത്തേക്കും വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൂടുതലായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഐബ്രോസ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഐബ്രോസിനുള്ള പെൻസിൽ ഈ മേക്കപ്പ് സെറ്റിൻ്റെ കൂടെ വന്നതല്ല കേട്ടോ, ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയ ഐബ്രോ പെൻസിലാണ്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ കട്ടിയായിട്ട് ഞാൻ വരയ്ക്കുന്നില്ല, ലൈറ്റായിട്ടാണ് വരച്ച് കൊടുക്കുന്നത്. എനിക്ക് ഒരുപാട് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ലൈറ്റായിട്ടാണ് ഐബ്രോസ് വരച്ച് കൊടുക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഐബ്രോസിൻ്റെ ഒരു രീതി പോകുന്നത്. അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ല, ഞാൻ ലൈറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഐബ്രോസ് ചെയ്തത് ഇഷ്ടമായി, ഇതുപോലെ ലൈറ്റായിട്ട്. ഇനി നമുക്ക് ഐ ഷാഡോ ഉപയോഗിക്കാം കേട്ടോ. ഐ ഷാഡോയിൽ ഞാനൊരു പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്, ഒരുപാട് കൂടിപ്പോകാതെ അതും ലൈറ്റായിട്ട് തന്നെയാണ്. കാരണം ലൈറ്റ് മേക്കപ്പ്, സിമ്പിൾ മേക്കപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഐ ഷാഡോ ഞാൻ ഇനി അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് വരച്ചു കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലായി പോയതുപോലെ നമുക്ക് തോന്നും. ലിക്വിഡിൻ്റെ ആയതുകൊണ്ട് ഭയങ്കര കൂടി നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഓവറാകാതെ ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ പുറത്ത് പോകാറുള്ളത്. ഇപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ലെവൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഐലൈനർ ഉപയോഗിക്കാം. ഐലൈനർ വരച്ചു കൊടുത്തപ്പോൾ ഇത് എനിക്കിഷ്ടമായി. ഞാൻ വാങ്ങിയതുകൊണ്ട് പറയുന്നതല്ല, ഇതിലെല്ലാ പ്രോഡക്റ്റ്സും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ എനിക്ക് ഇത്ര സാധനങ്ങൾ വാങ്ങിയപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. എത്രത്തോളം ഭയങ്കര ബ്യൂട്ടി ആയിട്ട് വരുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു സിമ്പിൾ മേക്കപ്പാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ സിമ്പിൾ ആണ്, എല്ലാ കാര്യത്തിലും ഇഷ്ടവും അങ്ങനെയാണ്. ഇപ്പം ഐലൈനർ ഇനി നമുക്ക് കണ്ണിൻ്റെ താഴെ വരയ്ക്കാം. അതും കൂടെ വരച്ച് കൊടുത്തിട്ട് ഇത് ഞാൻ വരച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കേട്ടോ ഇതിൻ്റെ മുന ഒടിഞ്ഞു പോയായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ആ മുനയെ ഒടിച്ച് കളഞ്ഞതിന് ശേഷം അടുത്ത മുന അതിലാക്കിയിട്ടാണ് ബാക്കി വരയ്ക്കുന്നത്. അപ്പോഴത്തേക്കും കണ്ണിലെങ്ങാണ്ട് കയറി കൊണ്ടിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് വരികയാണ്. എന്നിട്ട് ഞാൻ വിട്ടില്ല ഗൈസ്, ഞാൻ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് ഒപ്പിയെടുത്ത് ഒന്ന് ലെവൽ ചെയ്യേണ്ട ആവശ്യം ഒന്നുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൻ്റെ പരിപാടിയൊക്കെ വരച്ച് തീർക്കാറായി. അപ്പോൾ ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. മസ്കാരയിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല, നമ്മുടെ കൺപീലി ഒന്ന് വരച്ച് ഒന്ന് പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സാധനമാണ് മസ്കാര. ഇനി നമുക്ക് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കാം. ഈ നമ്മുടെ മേക്കപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഫേസിൽ തന്നെ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സെറ്റിംഗ് സ്പ്രേ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈനൽ ലുക്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കമ്മലൊക്കെ ഇട്ടതിന് ശേഷമുള്ള സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഡെയിലി യൂസിന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന അത്രയും ഒരു മേക്കപ്പ് ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു ഹെയർ സ്റ്റൈലും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു, ബൈ.